ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിദ ഷാജിയുടെ പുതിയ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷാജിദ ഷാജി ഇനി റീൽസ് മാത്രമല്ല, യൂട്യൂബ് മാത്രമല്ല, സിനിമയിലേക്ക് ചുവട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഷാജിദ ഷാജിയുടെ യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും, വേറെ ചെയ്യും. എന്തപ്പോ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി, ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി, അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോ കെട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. എന്താ ചെയ്യാ? അഭിനയിക്കുന്ന വേണം. എനിക്ക് പൈസ ഇല്ല വലുത്, പൈസ വേണം. എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണം. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്ന വേണം. അതൊരു തെറ്റാണെന്ന് എന്റെ പഠിച്ചോ എനിക്ക് പറയുന്നില്ല. അതെന്റെ ജീവിത മാർഗമാണ്. മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ പല നടിമാരും നടന്മാരും അഭിനയിക്കുന്നുണ്ട്. എത്രയോ മുസ്ലിം നടിമാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഐക്യവും വേറുള്ളതും ഭർത്താക്കന്മാരില്ലാത്ത ഞങ്ങൾക്ക് മാത്രം എന്തിനാ നിങ്ങൾ വെച്ചിരിക്കുന്നത്? അതെനിക്കറിയില്ല. പിന്നെ എന്റെ ഏജ് 32 വയസ്സ്, 33 വയസ്സായിട്ടുള്ളൂ. 30/5/92 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ പറയുന്ന ഈ 5 മക്കളുടെ തള്ളാന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ്. 5 മക്കളെ പെറ്റതുകൊണ്ട് ഞാൻ തള്ള ആവില്ല. 5 മക്കളെ പ്രസവിച്ചു. അതെന്റെ വീട്ടുകാര് എന്നെ 15 വയസ്സിൽ കെട്ടിച്ചു കൊടുത്തോണ്ട് ഈ പ്രായം മുതൽക്ക് എനിക്ക് 5 മക്കളായി, +1 പഠിക്കണം മോനായി. അത് എന്റെ കുറ്റമല്ല. പിന്നെ എന്റെ ഇട്ടിട്ട് പോയതും എന്റെ കുറ്റമല്ല. അത് പടച്ചോൻ വിധിച്ചതാണ്. ഞങ്ങൾക്ക് വിധിച്ചത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് വിധിച്ചത് 15 കൊല്ലത്തെ ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ അതിലൂടെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. പിന്നെ എന്റെ ഇക്കാനെ കൊന്നു, അതാക്കി ഇതാക്കി. ഞങ്ങൾ 15 കൊല്ലം ജീവിച്ചപ്പോ ഞങ്ങളുടെ കൂടെ വരാത്ത ജനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാത്ത കുടുംബങ്ങൾ എന്തിനാ എന്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഇതാക്കുന്ന വരുന്നത്? എന്തിനാ ഇക്കാന്റെ കാര്യം പറഞ്ഞിട്ട് പറയാൻ എന്താന്ന് വെച്ചാല്, എന്റെ പിന്നിൽ നിന്ന് എന്നെ കുറ്റം പറയുന്നവര് ഞാൻ അവരിനെ കാട്ടി ഒരുപാട് മുന്നിലാണ്. പടച്ചോന്റെ അടുത്ത് ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ്. 5 എത്തി മക്കളെ അന്തസ്സായി വളർത്തി പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഓടി നടന്ന് ഉപ്പായിട്ടും ഉമ്മായിട്ടും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്, അതെന്റെ സാമർത്ഥ്യം തന്നെയാണ്. അതെനിക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കണം എന്നുള്ള ഒരു വാശി എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, അത് പടച്ചോൻ തന്നൊരു അനുഗ്രഹമാണ്. 5 മക്കൾ എന്റെ അനുഗ്രഹമാണ്. എന്റെ ഇക്ക എന്റെ അനുഗ്രഹമായിരുന്നു. അത് 15 കൊല്ലം എന്റെ ഇക്ക എനിക്ക് അനുഗ്രഹമായിരുന്നു. എന്റെ മക്കൾ 5 എനിക്ക് അനുഗ്രഹമായിരുന്നു. ആ മനുഷ്യന്റെ കൂടെ 15 കൊല്ലം ജീവിച്ചത് എന്റെ അനുഗ്രഹമാണ്. പടച്ചോൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. അപ്പൊ ഞാൻ അതെന്റെ പടച്ചോനിലേക്ക് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കുറ്റം പറയും, നിങ്ങൾ എന്നെ തെറി വിളിക്കും, നിങ്ങൾ എന്നെ വേറുള്ളത് ചെയ്യും, എല്ലാം പടച്ചോൻ കാണുന്നുണ്ട്. അതിലും വലിയൊരു ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ. പടച്ചോനെക്കാളും വലിയൊരു പടപ്പുകൾ ഇവിടെ ഇല്ലല്ലോ. പടപ്പുകൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, പടച്ചോനെ പേടിച്ചാൽ മതി. പിന്നെ നീ പടച്ചോനെ പേടിച്ചിട്ടാണോടി നീ കണ്ണൂര് പോയിട്ട് വിസ്മയിൽ പോയിട്ട് അവന്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു യൂട്യൂബറാണ്. എന്റെ കൂടെ അപ്പോൾ എല്ലാം പടച്ചോൻ്റെ അനുഗ്രഹമായിട്ടാണ് ആൾ കാണുന്നത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.